ലോകത്തെ പ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. 3 ആണവ കേന്ദ്രങ്ങളിൽ US ബോംബിട്ട് തകർത്തതിന് പിന്നാലെയാണ് ഈ നടപടി. ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ ലോകത്തിലെ ഏറ്റവും നിർണായക ചെക്ക് പോയിന്റുകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ എണ്ണ വാതക വിതരണത്തിന്റെ 1/5 ഹോർമുസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. ഗൾഫിനെ അറേബ്യൻ കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഇറാന്റെ നിർണായക നീക്കം ലോകത്താകെ എണ്ണവില കൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്കയും ഇതോടെ ഉയർന്നു. സൗദി, ഇറാഖ്, UAE, ഖത്തർ, ഇറാൻ, കുവൈത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും ഹോർമുസ് ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ഭൂഖണ്ഡങ്ങളിലെ വ്യാപാര മേഖലയെ സാരമായി ബാധിക്കുന്നത് കൂടിയാണ് ഇറാന്റെ നീക്കം. ഇന്ത്യയെ സംബന്ധിച്ചും ഹോർമുസ് കടലിടുക്ക് പ്രധാനമാണ്. പ്രതിദിനം ഇറക്കുമതി ചെയ്യുന്ന 5.5 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയിൽ 2 ദശലക്ഷം ബാർ വരെ ഈ പാത വഴിയാണ് എത്തുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള എണ്ണ വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇന്ത്യ ഇന്ധനശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ എണ്ണവിലയെ ചാഞ്ചാട്ടം തുടരുന്നതിനിടെ റഷ്യയിൽ നിന്നും US-ൽ നിന്നുമുള്ള ഇന്ധന ഇറക്കുമതി ഇന്ത്യ ജൂണിലെ കണക്കുകളിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഉയർച്ചയുള്ളതായി ചൂണ്ടിക്കാട്ടുന്നത്. സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ പശ്ചിമേഷ്യൻ വിതരണക്കാരിൽ നിന്നും ഇന്ത്യയിലെത്തിക്കുന്ന എണ്ണയുടെ അളവിനേക്കാൾ കൂടുതൽ ഇക്കാലയളവിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തെന്നാണ് കണക്കുകൾ. മെയ് മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പ്രതിദിനം 1,01.96 ദശലക്ഷം ബാരലായിരുന്നു. ജൂൺ മാസത്തിൽ ഈ കണക്ക് പ്രതിദിനം 2 മുതൽ 2.2 ദശലക്ഷം ബാരൽ എന്ന നിലയിലേക്ക് എത്തിയേക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങിയ മൊത്തം അസംസ്കൃത എണ്ണയുടെ അളവിനേക്കാൾ കൂടുതലാണ് ഈ കണക്കെന്ന് ആഗോള വ്യാപാര വിശകലന സ്ഥാപനമായ കെപ്ലർ പറയുന്നു. US-ൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലും പശ്ചിമേഷ്യൻ സംഘർഷം വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. മെയ് മാസത്തിൽ 28 ലക്ഷം ബാരലായിരുന്നു US-ൽ നിന്നുള്ള ഇറക്കുമതി. ജൂണിൽ ഇത് 43,90,000 ബാരലായി ഉയർന്നു. കണക്കുകൾ പ്രകാരം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ലോകത്ത് 3-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 5.1 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ 2 ദശലക്ഷത്തോളവും പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്നാണ്. നേരത്തെ എണ്ണ ഇറക്കുമതിക്ക് പശ്ചിമേഷ്യ രാജ്യങ്ങളെയായിരുന്നു ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.